ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ട് പീസ് വേസ്റ്റ് പീസൊക്കെ വെച്ചിട്ട് എങ്ങനെ നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. കുട്ടികളുടെ ഫ്രോക്ക് ഡിസൈൻ ചെയ്യാനും ഹെയർ പിന്ന്, ഹെയർ ബണ്ണ് അങ്ങനെ എല്ലാത്തിലും നമുക്ക് ചെയ്തെടുക്കാം. അതിന് പറ്റിയൊരു ഫ്ലവറാണെന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പല മെറ്റീരിയലും ഉണ്ട്. പോളിസ്റ്റർ മെറ്റീരിയൽ, കോട്ടൺ, നെറ്റ്, അങ്ങനെ ഒരുവിധം എല്ലാ മെറ്റീരിയലും എടുക്കാം. അധികം കട്ടിയുള്ള എടുത്താൽ അത്ര ഭംഗി കിട്ടൂല. അതിലിതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊരു റൗണ്ട് വരച്ചെടുക്കുക. കുപ്പിൻ്റെ മൂടിയോ ഇതുപോലൊരു ബോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് അത് ഓരോന്നായി കട്ട് ചെയ്യുന്നതിലും എളുപ്പം ഇതുപോലെ കട്ടിയിൽ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് 5 റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഇതളുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 5 6 പറ്റും. 5 നല്ല ഭംഗിയുണ്ടാവും. 5 മതി. അപ്പോൾ ഇത് സെൻറ്റർ ഒന്നിങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒന്നുകൂടി മടക്കുക. എന്നിട്ട് ഒരു നൂലും സൂചി എടുത്തിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇടൂലേ, അതുപോലെ നമ്മൾ അടുത്തടുത്തടുത്ത് ഇടാൻ നോക്കുക. എന്നാൽ നല്ല ചുരുക്ക് പോലെ നല്ല ഭംഗിയിൽ വരും. ഇതുണ്ടല്ലേ, ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്തത് എടുക്കുക. ഇതുപോലെ സെൻറ്റർ മടക്കുക. പിന്നെ ഒന്നുകൂടി മടക്കുക. അപ്പോൾ വീണ്ടും അതുപോലെ റണ്ണിങ് സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അടുത്തടുത്ത് പരമാവധി ചെറുതായിട്ട് കുത്തി കൊടുക്കാൻ നോക്കുക. അപ്പം നല്ല ഞൊറി പോലെ കിട്ടും. മറ്റേത് വലുതായി കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങനെ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കെട്ടിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അറ്റത്തും ആ അറ്റത്തും കുറച്ച് നൂല് ബാലൻസ് വേണം. എന്നിട്ട് ഇപ്പോൾ 2 ഇതളുണ്ടാക്കി ഇതുപോലെ 5 ഇതളും ചെയ്തെടുക്കുക. ഇത് നമുക്ക് സാറ്റിൻ തുണി വെച്ചിട്ട്, നെറ്റിൻ്റെ മെറ്റീരിയലെല്ലാം നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ. പിന്നെ ഗ്ലേസിങ് ഉള്ള ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. വെൽവെറ്റ് കൊണ്ട് ചെയ്താൽ ഭയങ്കര കട്ടിയാണ്. അതുകൊണ്ട് അത്ര തുണി നല്ല ഭംഗി ഉണ്ടാവും, പക്ഷെ ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. ഇതുപോലെ കനം കുറഞ്ഞ തുണിയിൽ, ലൈനിങ് തുണിയിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഒരുപാട് ആൾ ഹെയർ ബണ്ണ് ഒക്കെ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതെന്തായാലും ഉപകാരപ്പെടും. പിന്നെ അതിലേക്കും ഇത് ഡ്രസ്സിൽ മാത്രം ഡിസൈൻ ചെയ്യാനല്ല, അതിലേക്കും നല്ല ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു മോഡലും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള പിന്നെ ഹെയർ പിന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ പെൺകുട്ടികളുള്ള അമ്മമാർക്കും ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിലും ഇതിപ്പോൾ കൈ കൊണ്ട് ചെയ്തുണ്ടാക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഡ്രസ്സിനനുസരിച്ചുള്ള ക്ലോത്ത് വാങ്ങിയിട്ട് ഹെയർ പിന്ന് ഒക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡിസൈൻ വർക്കൊന്നും ഇല്ലാത്ത ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല, ഒരു ഗ്ലൂ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഏത് ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിച്ചതെന്നൊക്കെ ഉള്ളത്. ആ ഗ്ലൂ ഡ്രസ്സിൽ ഒട്ടിക്കാനും ഇതുപോലെ പിന്നെ ഹെയർ പിന്നിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയൊരു ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതേതാന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 4 ഇതൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 5ാമത്തെ ഇതളാണ്. ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ചെറിയ പിന്നെ റണ്ണിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തത് ഞാൻ നല്ല ഒരു റോസ് ഫ്ലവർ ചെയ്ത് കാണിക്കുക. ഫ്രോക്കിലും ചെയ്യുക, അതുപോലെ കുട്ടികളെ ഹെയർ പിന്നിലൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ. അപ്പോൾ അത് നല്ല വലുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്ലവറാണ്. ആ ഒരൊറ്റ ഫ്ലവർ മതി ഒരു ഡ്രസ്സിനൊക്കെ ഭംഗിയാക്കാൻ. അപ്പോൾ ഇത് നമ്മൾ 5 ഇതളും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ഭാഗത്തും കുറച്ച് നൂലിടണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നൂല് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ 2 സൈഡിൽ നിന്ന് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, വലിച്ചിട്ട് അധികം ഓവറും ഇങ്ങനെ വലിച്ചു മുറുക്കണ്ട. ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ എല്ലാം കൂടി ഇങ്ങനെ ഇതളുകൾ മുറുകി നിൽക്കുന്ന രീതിയിൽ മുറുക്കിയാൽ മതി. ഓവർ വലിച്ചാൽ ഇത് പിന്നെ ഇങ്ങനെ പരന്ന് നിൽക്കൂല. നമ്മൾ ഡ്രസ്സിലെല്ലാം ഒട്ടിക്കുമ്പോൾ അതിങ്ങനെ ഇനി വേണമെങ്കിൽ ഇതുപോലെ ഒരു ചെറുത് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. ഈ ഒറ്റക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താലും ഭംഗിയുണ്ടാവും. ഇനി ഇതുപോലെ വേറൊരു കളറിൽ പിന്നെ ഒരു മഞ്ഞ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ ഇതിന് മുകളിൽ വെച്ചാൽ
നല്ല ഭംഗി ഉണ്ടാവും. ഒരു ചെറുത് വെച്ചിട്ട് ഒട്ടിക്കാം. ഇനിയിപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കിഷ്ടമുള്ള പിന്നെ ബട്ടൺസോ സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതുപോലുള്ള കുറേ പിന്നെ സ്റ്റോണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുത് വെച്ചാലും ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിൽ കൂടുതൽ ഭംഗി തോന്നുന്നത് ഇതുപോലുള്ള വലിയ ബട്ടനാണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം, ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം. ഇതുണ്ട് ചെറുത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം. അതുപോലെ ഇത് ഞാൻ ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ കട്ട് പീസിലുണ്ടായിരുന്ന ഡ്രസ്സ് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് തന്നെ വെച്ച് നോക്കിയതാണ്, ഭംഗിയുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് B7000 എന്നുള്ള ഈ ഗ്ലൂ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പം ഇന്ന് ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലൂ കുറേ പിന്നെ കാലമായിട്ട് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ട്. എന്നാലും ഇത് ഒട്ടിക്കാനുള്ളതൊക്കെ ഉണ്ട് കയ്യിൽ. പക്ഷേ ഇത്രയും കാലമായിട്ടും അത് ഒട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സെൻറ്ററിൽ ഗ്ലൂ ആക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടും. അത്ര സമയമൊന്നും ഇത് നിൽക്കില്ല. അപ്പോൾ ഇത് ഈ ഗ്ലൂ ഗണ്ണ് മാതിരി പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ ഒട്ടുന്നൊന്നുമില്ല. എന്നാലും പരമാവധി ഒക്കെ ഒട്ടുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞൊന്നും പോരുന്നില്ല. ഡ്രസ്സിലായാലും ഒട്ടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് ചെറിയൊരു സ്മെല്ലുണ്ടാവുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ പിന്നെ കോട്ടൻ്റെ മെറ്റീരിയലും ചെയ്തെടുക്കുന്നുണ്ട്, നെറ്റിൻ്റെ മെറ്റീരിയലും. ഞാൻ നേരത്തെ കാണിച്ചതല്ല, പിന്നെ മെറ്റീരിയലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോട്ടണിലും നല്ല കനം കുറഞ്ഞ കോട്ടൺ എടുത്താൽ മതി, നല്ല ഭംഗിയുണ്ടാവും. അതാത് ഡ്രസ്സിൽ തന്നെ ഭംഗിയിൽ ഡിസൈൻ ചെയ്താൽ അപ്പോൾ അതാ അടുത്തതും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ബാക്കിയൊക്കെ ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഫ്ലവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹെയർ പിന്നിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ അത് ഇപ്പോൾ ആയ ഫ്ലവർ നമുക്ക് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാം. ഒന്നെങ്കിൽ ഒരേ കളറിലുള്ള ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പല കളറിലും ഒരു പ്ലെയിൻ ഡ്രസ് ഫ്രോക്കിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഹെയർ പിന്നിലൊന്ന് കാണിക്കാമെന്ന് മാത്രം. എൻ്റെ ഇതേ ഉള്ളൂ, അപ്പോൾ ഇതിൽ വെച്ച് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇത് ചെറിയ മക്കളെ ഡ്രസ്സിനൊക്കെ മാച്ചാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നല്ല വർക്കുള്ള നെറ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഈ സീക്വൻസ് വർക്കൊക്കെ ഉള്ള. അപ്പം നല്ല പിന്നെ ഗ്ലിറ്റർ വെച്ചിട്ടൊക്കെ ഉള്ള. ഇതിപ്പോൾ പ്ലെയിൻ നെറ്റ് വെച്ചിട്ടാണ്. അതിപ്പോൾ അധികം വിലയൊന്നും ഉണ്ടാവില്ല, കുറച്ചല്ലേ വേണ്ടൂ. ഇതുപോലെ ഒരേപോലത്തെ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഡ്രസ്സിൽ വെക്കുമ്പോഴാണ് നല്ല ഭംഗി. ഞാൻ എപ്പോഴെങ്കിലും ഫ്രോക്കൊക്കെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കോട്ടണിലാണ് ഇപ്പോൾ ചെയ്ത് കാണിച്ചത്. ഇത് കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇത് ഈ ഹെയർ പിന്ന് ഇങ്ങനെ ഒട്ടിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതുപോലെ ഇത്ര സ്ഥലത്തെ ഇപ്പം നമുക്ക് ഗ്ലൂ വെക്കാനുള്ള സൗകര്യമുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ അകത്തും കൂടി ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പം നടക്കുമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതൊരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി, അതും വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഗ്ലൂ എല്ലാത്തിലും ഒട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഒന്നും വാങ്ങാത്തവരൊക്കെ ഒന്ന് വാങ്ങി ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ മെറ്റീരിയലൊക്കെ വീട്ടിൽ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.